അടുത്ത് നമ്മൾ പഠിക്കുന്നത് കേരള ഹിസ്റ്ററിയിലെ വേറൊരു ടോപ്പിക്കായ തിരുവിതാംകൂർ രാജവംശത്തെക്കുറിച്ചാണ്. തിരുവിതാംകൂർ രാജവംശത്തിലെ കുറിച്ചാണ് ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ മാർത്താണ്ഡവർമ്മ മുതൽ ശ്രീചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂറിൻ്റെ ചരിത്രം എന്ന് പറയുന്ന ഭാഗമാണ് പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രഗത്ഭനായ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയെക്കുറിച്ചുള്ളത് പഠിച്ചു കഴിയും. ഓക്കെ, അടുത്ത് നോക്കാം. തിരുവിതാംകൂർ തൃപ്പാപ്പൂർ സ്വരൂപം എന്ന മുൻകാലത്ത് അറിയപ്പെട്ടിരുന്ന നാട്ടുരാജ്യം. തൃപ്പാപ്പൂർ സ്വരൂപം എന്ന മുൻകാലത്ത് അറിയപ്പെട്ടിരുന്ന നാട്ടുരാജ്യം. തിരുവിതാംകൂർ രാജാക്കന്മാർ വഞ്ചി ഭൂപതി, ശ്രീപത്മനാഭദാസന്മാർ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നു. ഇപ്പോൾ വഞ്ചി ഭൂപതി, ശ്രീപത്മനാഭദാസന്മാർ എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്നു. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂർ രാജവംശ സ്ഥാപകൻ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് തിരുവിതാംകൂർ രാജവംശ സ്ഥാപകൻ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ. തിരുവിതാംകൂറിൻ്റെ ദേശീയ ഗാനമാണ് വഞ്ചീശമംഗളം. വഞ്ചീശമംഗളമാണ് ദേശീയ ഗാനം. തിരുവിതാംകൂറിൻ്റെ ഔദ്യോഗിക ചിഹ്നമാണ് ശംഖ്. ഔദ്യോഗിക ചിഹ്നം ശംഖാണ്. തിരുവിതാംകൂറിൻ്റെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് നാഞ്ചനാട്. തിരുവിതാംകൂറിൻ്റെ നെല്ലറ, നാഞ്ചനാട്. തിരുവിതാംകൂറിൻ്റെ പട്ടാളമാണ് നായർ ബ്രിഗേഡിയേഴ്സ് എന്നറിയപ്പെടുന്നത്. തിരുവിതാംകൂറിൻ്റെ പട്ടാളം നായർ ബ്രിഗേഡിയേഴ്സ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയാണ് ചട്ടവരിയോലകൾ. തിരുവിതാംകൂറിലെ ആദ്യത്തെ എഴുതപ്പെട്ട നിയമസംഹിതയാണ് ചട്ടവരിയോലകൾ. എഴുതപ്പെട്ട നിയമസംഹിതയാണ് ചട്ടവരിയോലകൾ. ചട്ടവരിയോലകൾ എഴുതി തയ്യാറാക്കിയത് ദിവാൻ കേണൽ മൺട്രോയാണ്. ചട്ടവരിയോലകൾ എഴുതി തയ്യാറാക്കിയതാരാണ്? കേണൽ മൺട്രോയാണ്. തിരുവിതാംകൂറിനെ തൃപ്പാപ്പൂർ സ്വരൂപം എന്നറിയപ്പെടുന്നു അല്ലേ? തിരുവിതാംകൂർ തൃപ്പാപ്പൂർ സ്വരൂപം. വേണാട് ചിറവ സ്വരൂപം. പഠിക്കാൻ എളുപ്പത്തിന് പറഞ്ഞുതരാം. ചിറയിൽ വീണു എന്ന് പഠിച്ചു വെക്കുക. വേണാട് ചിറവ സ്വരൂപമാണ്, ചിറയിൽ വീണു. കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപമാണ്. കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം. കൊച്ചി ചെല്ലുമ്പോൾ ചിലവർ വിചാരം ഭയങ്കര പെരുത്തുപോയി എന്നുള്ളതാണല്ലേ. കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം. അടുത്ത് കോഴിക്കോട് നെടിയിരുപ്പ് സ്വരൂപം. കോഴിക്കോട് നെടിയിരുപ്പ് സ്വരൂപം. നമുക്ക് കോഴിക്ക് വേണ്ടി നമ്മൾ നെടിയിരിപ്പ് വേണമെങ്കിൽ നടത്തും. കോഴിക്ക് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കോഴിക്കാലിന് വേണ്ടി നമ്മൾ നെടിയിരിപ്പ് വേണമെങ്കിൽ നടത്തും എന്ന് പറയുന്ന പോലെയാണ് കോഴിക്കോട് നെടിയിരിപ്പ് സ്വരൂപം. കോലത്തുനാട് കോല സ്വരൂപം. കൊട്ടാരക്കര ഇലയെടുത്ത് സ്വരൂപം. കൊട്ടാരക്കര എന്ന് പറയുന്നത് ഇലയെടുത്ത് സ്വരൂപം. കൊട്ടാരക്കര എന്ന് പറയുമ്പോൾ നമുക്കൊരു തേങ്ങയും ഒക്കെ ആയിട്ട് ബന്ധപ്പെടാൻ പറ്റുന്നൊരു പേരാണ് കൊട്ടാരക്കര. കൊട്ടത്തേങ്ങ എന്നൊക്കെ പറയുന്ന പോലെയാണ് കൊട്ടാരക്കര. ഇളയ കൊട്ടാരക്കര. അപ്പോൾ ഇളയ കൊട്ടാരക്കര, ഇലയെടുത്ത് സ്വരൂപം. അപ്പോൾ തിരുവിതാംകൂർ തൃപ്പാപ്പൂർ സ്വരൂപം, വേണാട് ചിറവ സ്വരൂപം, അതായത് ചിറയിൽ വീണു. കൊച്ചി പെരുമ്പടപ്പ് സ്വരൂപം. കൊച്ചിയിൽ പോയ ചിലവർക്ക് ഭയങ്കര പെരുപ്പാണ്. കോഴിക്കോട് നെടിയിരിപ്പ് സ്വരൂപം. നമ്മൾ കോഴിക്ക് വേണ്ടി നെടിയിരിക്കും. കോലത്തുനാട് കോല സ്വരൂപം. കൊട്ടാരക്കര ഇലയെടുത്ത് സ്വരൂപം. തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന ദളവ അല്ലെങ്കിൽ ദിവാൻ എന്നിങ്ങനെയായിരുന്നു. തിരുവിതാംകൂറിലെ മുഖ്യമന്ത്രിമാർ അറിയപ്പെട്ടിരുന്ന ദിവാൻ അല്ലെങ്കിൽ ദളവ. കേണൽ മൺട്രോ തിരുവിതാംകൂറിൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം കൊണ്ടുവന്നു. കേണൽ മൺട്രോ എന്ത് ചെയ്തു? തിരുവിതാംകൂറിൽ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം കൊണ്ടുവന്നു. 1814 കേണൽ മൺട്രോ ദിവാൻ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ ആരെയാണ് തൻ്റെ പിൻഗാമിയായി നാമനിർദ്ദേശം ചെയ്തത്? ദേവൻ പത്മനാഭനെയാണ് എന്ത് ചെയ്തത്? കേണൽ മൺട്രോ ദിവാൻ സ്ഥാനം ഒഴിഞ്ഞപ്പോൾ പിൻഗാമിയായിട്ട് നാമനിർദ്ദേശം ചെയ്തത് ദേവൻ പത്മനാഭന്. കേണൽ മൺട്രോയാണ് തിരുവിതാംകൂറിൽ എന്ത് ചെയ്തത്? ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം കൊണ്ടുവന്നത്. ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സമ്പ്രദായം. കേരളത്തിലെ ആദ്യ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന നാട്ടുരാജ്യം. അപ്പോൾ തിരുവിതാംകൂറിലാണ് കേരളത്തിലെ ആദ്യത്തെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്ന നാട്ടുരാജ്യം. 1888. ഇന്ത്യയിൽ രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്ന നാട്ടുരാജ്യം തിരുവിതാംകൂറിലാണ്. ഇന്ത്യയിൽ ആദ്യം രണ്ടാമതായി നിയമനിർമ്മാണ സഭ നിലവിൽ വന്നതും നാട്ടുരാജ്യമാണ് തിരുവിതാംകൂർ. ആദ്യത്തേത് മൈസൂരാണ്. സ്വന്തമായി തപാൽ സംവിധാനം അല്ലെങ്കിൽ അഞ്ചൽ ആരംഭിച്ച ആദ്യ നാട്ടുരാജ്യം. സ്വന്തമായിട്ട് എന്ത് ചെയ്തു? തപാൽ സംവിധാനം അല്ലെങ്കിൽ അഞ്ചൽ ആരംഭിച്ചു. ഇന്ത്യയിൽ ആദ്യമായി വനിതാ പോലീസിനെ നിയമിച്ച നാട്ടുരാജ്യം. ഇന്ത്യയിൽ ആദ്യമായിട്ട് എന്ത് ചെയ്തു? വനിതാ പോലീസിനെ നിയമിച്ചു. 18-ാം നൂറ്റാണ്ടിൽ വേണാട് പ്രഗത്ഭശാലികളായ 2 ഭരണാധികാരികൾക്ക് ജന്മം നൽകി. ഒന്നാമത്തത് മാർത്താണ്ഡവർമ്മയാണ്. പിന്നെ രണ്ടാമത്തെ ധർമ്മരാജയുടെ മറ്റൊരു പേരാണ് കാർത്തിക തിരുനാൾ രാമവർമ്മ എന്നറിയപ്പെടുന്നത്. എന്നിവരാണ് തിരുവിതാംകൂർ ചരിത്രത്തിലെ ആദ്യ മഹാരഥന്മാർ എന്നറിയപ്പെടുന്നത്. ഇവരുടെ വിദഗ്ധമായ മാർഗദർശനത്തിലും നേതൃത്വത്തിലും തിരുവിതാംകൂർ സൈനിക ശക്തിയിൽ പ്രബലമായൊരു പ്രമുഖ രാജ്യമായി ഉയർന്നു വന്നു. മാർത്താണ്ഡവർമ്മ അയൽനാടുകൾ വെട്ടിപ്പിടിച്ചു. ഗണനീയമാം വിധം എന്ത് ചെയ്തു? രാജ്യവിസ്തൃതി വർദ്ധിപ്പിച്ചു. അപ്പോൾ തിരുവിതാംകൂറിൽ ആദ്യത്തെ ദവാൻ അല്ലെങ്കിൽ ദിളവ എന്ന് പറയുന്നത് അറുമുഖൻ പിള്ളയാണ്. ആദ്യത്തെ ദവാൻ അല്ലെങ്കിൽ ദളവ അറുമുഖൻ പിള്ളയാണ്. ആദ്യ ഹൈന്ദവേതര ദിവാൻ കേണൽ മൺട്രോയാണ്. ആദ്യ ഇംഗ്ലീഷ് ദിവാൻ കേണൽ മൺട്രോയാണ്. ആകെ മുസ്ലിം ദിവാൻ മുഹമ്മദ് ഹബീബുള്ള. ഒന്നാം ലോകമഹായുദ്ധകാലത്തെ ദിവാനാണ് മന്നത്ത് കൃഷ്ണൻ നായർ. ധർമ്മരാജാവാകട്ടെ മുൻഗാമി കീഴടക്കിയ രാജ്യങ്ങൾ ഭദ്രമായി ഏകീകരിക്കുകയും മൈസൂരിൻ്റെ ഭീഷണിക്ക് മുന്നിൽ രാജ്യത്തെ ഒന്നായി ഉറപ്പിച്ച് നിർത്തുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മയുടെയും ധർമ്മരാജാവിൻ്റെയും കാലത്താണ് തിരുവിതാംകൂറിൽ പ്രബുദ്ധമായൊരു ഭരണം ആരംഭിക്കുന്നത്. ഇവരുടെ കാലത്ത് തിരുവിതാംകൂറിലെ ഭാവി ഭരണ സമ്പ്രദായത്തിൻ്റെ ചട്ടക്കൂട് രൂപം കൊള്ളുകയും പുരോഗമനപരവും ജനക്ഷേമപരവുമായ പരിഷ്കാരങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ
നമുക്ക് ഡൗട്ട് വരുന്നത് ദിവാനാണ്. ആദ്യത്തെ ദിവാൻ അറുമുഖം പിള്ള, ആദ്യത്തെ ഹൈന്ദവേതരം മൺട്രോ ആണ്, അത് ഇംഗ്ലീഷ് മൺട്രോ ആണ്. ആകെ മുസ്ലിം മുഹമ്മദ് ഹബീബുള്ള സാഹിബാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മന്നത്ത് കൃഷ്ണൻ നായരാണ്. ഓക്കെ, അടുത്ത് മാർത്താണ്ഡവർമ്മയുടെ കാലഘട്ടം 1729 മുതൽ 1758 വരെയാണ്. 1729 മുതൽ 1758. മാർത്താണ്ഡവർമ്മ ജനിച്ചത് 1706 കേട്ടോ. ജനിച്ചത് 1706. മാർത്താണ്ഡവർമ്മയുടെ പിതാവാണ് കിളിമാനൂർ കൊയ്ത്തമ്പുരാൻ. കിളിമാനൂർ കൊയ്ത്തമ്പുരാനാണ് മാർത്താണ്ഡവർമ്മയുടെ പിതാവ്. ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ, ആധുനിക അശോകൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന രാജാവാണ്. അപ്പോൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി, ആധുനിക തിരുവിതാംകൂറിൻ്റെ ഉരുക്കു മനുഷ്യൻ, ആധുനിക അശോകൻ. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച ഭരണാധികാരി. നെയ്യാറ്റിൻകരയിലെ സ്വയം ഭരണാധികാരി അല്ലെങ്കിൽ രാജകുമാരൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചു. 1723 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവ്. അപ്പോൾ 1723 വർഷം പഠിച്ചു നോക്കുക. 1723 മുതൽ 1723 എന്ത് ചെയ്തു? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായി നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടി ഒപ്പുവെച്ച തിരുവിതാംകൂർ രാജാവാണ് അദ്ദേഹം. അടുത്ത് നോക്കൂ, ഒരു പാശ്ചാത്യ ശക്തിയെ യുദ്ധത്തിൽ തോൽപ്പിച്ച ആദ്യ ഇന്ത്യൻ രാജാവാണ്. ഒരു പാശ്ചാത്യ ശക്തി എന്ത് ചെയ്തു? യുദ്ധത്തിൽ തോൽപ്പിച്ചു. ശ്രീപത്മനാഭദാസ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ശ്രീപത്മനാഭദാസ വഞ്ചിപ്പാല മാർത്താണ്ഡവർമ്മ കുലശേഖര പെരുമാൾ. മാർത്താണ്ഡവർമ്മയുടെ ഭരണനയം ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്നറിയപ്പെടുന്നു. എന്തിൻ്റെയും? ചോരയുടെയും ഇരുമ്പിൻ്റെയും നയം എന്നറിയപ്പെട്ടു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനമായിരുന്നു കൽക്കുളം അഥവാ പത്മനാഭപുരം. അപ്പം മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് തിരുവിതാംകൂറിൻ്റെ ആസ്ഥാനം ഏതായിരുന്നു? അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയെന്ന് ഉറപ്പിച്ച് പഠിക്കുക കേട്ടോ. അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് കൽക്കുളം അല്ലെങ്കിൽ പത്മനാഭപുരമായിരുന്നു. രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളമായിരുന്നു. അപ്പോൾ രാഷ്ട്രീയ തലസ്ഥാനം എവിടെയാണ്? കൽക്കുളമായിരുന്നു. രാഷ്ട്രീയ തലസ്ഥാനം കൽക്കുളമായിരുന്നു. വ്യാപാര തലസ്ഥാനം മാവേലിക്കരയായിരുന്നു. വ്യാപാരം മാവേലിക്കര. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിലെ ആസ്ഥാന കവിയായിരുന്നു കൃഷ്ണശർമ്മ എന്നറിയപ്പെടുന്നത്. ആസ്ഥാന കവിയായിരുന്നവരാണ് കൃഷ്ണശർമ്മൻ. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികളാണ് രാമപുരത്ത് വാര്യർ, കുഞ്ചൻ നമ്പ്യാർ, ഉണ്ണായി വാര്യർ എന്നിവർ. അപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ സദസ്സിൽ ജീവിച്ചിരുന്ന പ്രമുഖ കവികൾ ആരൊക്കെയാണ്? രാമപുരത്ത് വാര്യരുണ്ട്, കുഞ്ചൻ നമ്പ്യാരുണ്ട്, ഉണ്ണായി വാര്യരുണ്ട്. മാർത്താണ്ഡവർമ്മ തൃപ്പാപ്പൂർ സ്വരൂപത്തിൽ, അതായത് തിരുവിതാംകൂർ അഥവാ പിൽക്കാല തിരുവിതാംകൂറിൽ ഭരണാധികാരമേറ്റപ്പോൾ വേണാട് ആകെക്കൂടി കുഴഞ്ഞു മറിഞ്ഞൊരു ഗതിയിലായിരുന്നു. ഭരണകാര്യ നിർവഹണത്തിന് വേണ്ടത്ര സജ്ജീകരണമൊന്നും ഉണ്ടായിരുന്നില്ല. തികച്ചും അതൃപ്തകരമായിരുന്നു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് പറയുന്നത്. രാജാധികാരം എവിടെയും മാനിക്കപ്പെട്ടിരുന്നില്ല. രാജ്യത്തിൻ്റെ പൊതുജീവിതത്തിൽ പിള്ളമാരും മാടമ്പിമാരും പ്രബല ശക്തികളായി സ്വയം പ്രതിഷ്ഠ നേടിയിരുന്നു. യോഗക്കാർ അവരെ സഹായിക്കുകയും ചെയ്തിരുന്നു. അപ്പം വലിയ സുഖമുള്ള പരിപാടിയായിരുന്നില്ല അദ്ദേഹം രാജവാഴ്ച ഏറ്റപ്പോൾ കിട്ടിയിരുന്നത്. രാജ്യകാര്യങ്ങൾ നാടുവാഴ്ത്തത്തിൻ്റെ ഘടകങ്ങൾക്കായിരുന്നു മുൻകൈ ഉണ്ടായിരുന്നത്. ഡച്ചുകാർ, ഇംഗ്ലീഷുകാർ തുടങ്ങിയ യൂറോപ്യൻ ശക്തിയുടെ പരസ്പര മത്സരം സ്ഥിതിഗതികളെ കൂടുതൽ സങ്കീർണമാക്കി. രാജാധികാരത്തെ എതിർത്തു പോന്ന നാടുവാഴ്ത്തത്തിൻ്റെ ശക്തികളെ അടച്ചമർത്തുവാൻ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായും മധുര നായ്ക്കരുമായും ഉടമ്പടി ഉണ്ടാക്കി അവരുടെ പിന്തുണ സമ്പാദിക്കാമെന്ന് യുവരാജാവായിരിക്കുമ്പോൾ തന്നെ മാർത്താണ്ഡവർമ്മ മാതുലിനെ ഉപദേശിച്ചിരുന്നു. പിള്ളമാരുടെയും മാടമ്യന്മാരുടെയും ശക്തി തകർത്ത് സുശക്തവും കേന്ദ്രീകൃതവുമായ രാജവാഴ്ച സുസ്ഥാപിതമായി തിരുവിതാംകൂറിനെ ഒരു പ്രബല സൈനിക രാജ്യമാക്കി ഉയർത്തിയതോടെ മാർത്താണ്ഡവർമ്മയുടെ ഈ നയം അത്യന്തികം വിജയം കൈവരിച്ചു. ഭരണസമ്പ്രദായത്തിൽ പുനഃസംവിധാനത്തിലായിരുന്നു മാർത്താണ്ഡവർമ്മ ആദ്യമേ ശ്രദ്ധീകരിച്ചത്. അപ്പം ഭരണസമ്പ്രദായത്തിൻ്റെ പുനഃസംവിധാനത്തിലായിരുന്നു എന്ത് ചെയ്തത്? മാർത്താണ്ഡവർമ്മ ആദ്യമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. പുതിയ ആയുധങ്ങൾ നൽകി സൈന്യത്തെ സജ്ജമാക്കുകയും അച്ചടക്കം കർശനമായി നടപ്പിലാക്കുകയും ചെയ്തു. ഇങ്ങനെ എല്ലാ രീതിയിലും സന്നദ്ധമായ ശേഷം അദ്ദേഹം അന്തഃഛിദ്രത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും ശക്തികളെ തുടച്ചു നീക്കുന്നതിൽ വ്യാപൃതനായി. ഇതൊക്കെ ഒന്ന് വായിച്ചു വെച്ചാൽ മതി, അല്ലെങ്കിൽ കേട്ട് വെച്ചാൽ മതി. കലാപസരമുയർത്തിയ പത്മനാഭൻ തമ്പിമാരെയും രാമൻ തമ്പിയെയും എട്ടുവിട്ടിൽ പിള്ളമാരെയും മാർത്താണ്ഡവർമ്മ പിടികൂടി വധിച്ചു. അപ്പം കലാപസ്വരമുയർത്തിയ പത്മനാഭൻ തമ്പിയെയും രാമൻ തമ്പിയെയും എട്ടുവിട്ടിൽ പിള്ളമാരെയും എന്ത് ചെയ്തു? വധിച്ചു. നാടുവാഴ്ത്തത്തിൻ്റെയും അരാജകത്വത്തിൻ്റെയും ശക്തികളെ അടിച്ചമർത്തിയ ശേഷം മാർത്താണ്ഡവർമ്മ രാജ്യം മിശ്രിതമാക്കാൻ അയൽ നാടുകൾ വെട്ടിപ്പിടിക്കുന്നതിൽ വ്യാപൃതനായി. തൻ്റെ മാതുലനായ ഉണ്ണി കേരളവർമ്മ സ്വാതന്ത്ര്യമായി അധികാരം നടത്തിപ്പോന്നിരുന്ന എന്ത് ചെയ്യുന്നു? സ്വതന്ത്രമായി അധികാരം നടത്തിപ്പോന്ന കൊല്ലം അഥവാ ദേശങ്ങി നാട് ആയിരുന്നു മാർത്താണ്ഡവർമ്മയുടെ അടുത്ത ലക്ഷ്യം. ഉണ്ണി കേരളവർമ്മ നടത്തിപ്പോന്നിരുന്ന കൊല്ലം അഥവാ ദേശങ്ങി നാടായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ അടുത്ത ലക്ഷ്യം. തൃപ്പാപ്പൂർ സൈന്യം ദളവ അഥവാ അറുമുഖം പിള്ളയുടെ നേതൃത്വത്തിൽ കൊല്ലത്തേക്ക് നീങ്ങുകയും അവിടെ വെച്ചുണ്ടായ യുദ്ധത്തിൽ ഉണ്ണി കേരളവർമ്മയെ തോൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ തൃപ്പാപ്പൂർ സൈന്യം എന്ത് ചെയ്തു? ദളവ അറുമുഖം പിള്ളയുടെ നേതൃത്വത്തിൽ, ആദ്യത്തെ ദളവ അല്ലെങ്കിൽ ദിവാൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചു, അറുമുഖം പിള്ളയെന്ന് പഠിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കൊല്ലത്തേക്ക് നീങ്ങുകയും അവിടെ വെച്ചുണ്ടായ യുദ്ധത്തിൽ ഉണ്ണി കേരളവർമ്മ തോൽക്കുകയും ചെയ്തു. അദ്ദേഹത്തെ തിരുവിതാംകൂർ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് വലിയ കോയിക്കൽ കൊട്ടാരത്തിൽ ഒരു രാജകീയ തടവുകാരനായി പാർപ്പിച്ചു. കൊല്ലത്ത് സമാധാന അന്തരീക്ഷത്തിന് വേണ്ടി അല്ലെങ്കിൽ സമാധാന സംരക്ഷണത്തിന് വേണ്ടി തൃപ്പാപ്പൂർ സൈന്യത്തിൻ്റെ ഒരു വിഭാഗം അറുമുഖം പിള്ളയുടെ കീഴിൽ അവിടെ തന്നെ താവളമാക്കി.
എന്നാൽ കായംകുളം, കൊച്ചി, പുറക്കാട്, വടക്കങ്കൂർ എന്നീ സഖ്യകക്ഷികളുടെ രഹസ്യ പിന്തുണയോടെ ഉണ്ണി കേരളവർമ്മ തടവ് ചാടുകയും തൃപ്പാപ്പൂവിനെതിരെ പ്രതിരോധം ശക്തിപ്പെടുത്തുകയും ചെയ്തു. മാർത്താണ്ഡവർമ്മ തൻ്റെ സൈന്യത്തെ ഫ്രഞ്ചുകാരുടെയും ഇംഗ്ലീഷുകാരുടെയും സഹായത്തോടെ ആധുനിക രീതിയിൽ ആയുധമണിയിച്ചുകൊണ്ട് കൊല്ലത്തിൻ്റെ നേർക്ക് പുതിയ പടനീക്കങ്ങൾ ആരംഭിച്ചു. തുടർന്നുണ്ടായ ആക്രമണങ്ങളിൽ 1734 കായംകുളം രാജാവ് യുദ്ധരംഗത്ത് വെച്ച് വധിക്കപ്പെട്ടു. അപ്പോൾ കായംകുളം രാജാവ് വധിക്കപ്പെട്ടെന്നാണ് 1734 എന്ത് ചെയ്തു? യുദ്ധരംഗത്ത് വെച്ച് വധിക്കപ്പെട്ടു. എങ്കിലും ലക്ഷ്യം നേടുന്നതിൽ മാർത്താണ്ഡവർമ്മ വിജയിച്ചില്ല. മരിച്ച രാജാവിൻ്റെ സഹോദരൻ്റെ നേതൃത്വത്തിൽ കൊല്ലത്തിൻ്റെയും കായംകുളത്തിൻ്റെയും പ്രതിരോധം തുടർന്നു. മാർത്താണ്ഡവർമ്മ പരാജയം സമ്മതിച്ച് രാജധാനിയിലേക്ക് മടങ്ങി. 1736 ഇളയിടത്ത് സ്വരൂപത്തിലെ മൂപ്പൻ മരിച്ചപ്പോൾ അധികാരമേൽക്കാൻ മൂത്ത റാണിയെ മാർത്താണ്ഡവർമ്മ അനുവദിച്ചില്ല. അപ്പോൾ എന്താണ് 1736 എന്ത് ചെയ്തു? ഇളയിടത്ത് സ്വരൂപത്തിലെ മൂപ്പൻ മരിച്ചു. ഇളയിടത്ത് സ്വരൂപം നമ്മൾ പഠിച്ചു കൊട്ടാരക്കരയല്ലേ. അപ്പോൾ അവിടുത്തെ മൂപ്പൻ മരിച്ചപ്പോൾ അവിടുത്തെ ഭാഷയേക്കാൻ എന്ത് ചെയ്തില്ല? മൂത്ത റാണിയെ മാർത്താണ്ഡവർമ്മ അനുവദിച്ചില്ല. റാണി തെക്കുംകൂർ രാഷ്ട്രീയ അഭയം തേടി. മാർത്താണ്ഡവർമ്മയുടെ വളർന്നു വരുന്ന ശക്തിക്ക് കടിഞ്ഞാനിടാൻ അവസരം കാത്തുകൊണ്ടിരുന്ന ഡച്ചുകാർ രാജ്യം വിട്ടോടിപ്പോയ റാണിക്ക് വേണ്ടി രംഗത്ത് വന്നു. വാൻ ഇംഹോഫ് മാർത്താണ്ഡവർമ്മയെ സന്ദർശിച്ച് അയൽരാജ്യങ്ങളുടെ നേർക്ക് അദ്ദേഹം അനുവർത്തിച്ചു പോകുന്ന നയങ്ങളോട് പ്രതിഷേധം അറിയിച്ചു. വാൻ ഇംഹോഫ് ആരുടെയാണ്? നമ്മുടെ ഡച്ചുകാരുടെ ഒരു പ്രതിനിധിയാണ്. ഡച്ചുകാർ മാർത്താണ്ഡവർമ്മയുടെ അഭിപ്രായങ്ങൾ അനാദരിച്ചുകൊണ്ട് 1741 റാണിയെ ഇളയിടത്ത് സ്വരൂപത്തിൻ്റെ ഭരണാധിപത്യത്തിൽ ഔപചാരികമായി പ്രതിഷ്ഠിച്ചു. 1741 എന്ത് ചെയ്തു? ഈ റാണി എന്ത് ചെയ്തു? ഡച്ചുകാർ പ്രതിഷ്ഠിച്ചു ഇളയിടത്ത് സ്വരൂപത്ത്. തുടർന്ന് ഏറ്റുമുട്ടലിൽ തൃപ്പാപ്പൂർ സൈന്യം ഇളയിടത്ത് സ്വരൂപത്തിൻ്റെയും ഡച്ചുകാരുടെയും സംയുക്ത സൈന്യങ്ങളെ വിനാശകാരമുതം പരാജയപ്പെടുത്തി. എന്ത് ചെയ്തു? തൃപ്പാപ്പൂർ സ്വരൂപം ഇവർ രണ്ടുപേരെയും പരാജയപ്പെടുത്തി. മാർത്താണ്ഡവർമ്മ ഇളയിടത്ത് സ്വരൂപം പിടിച്ചടക്കുകയും തുടർന്ന് ഇളയിടത്ത് റാണി ഡച്ചുകാരുടെ കീഴിൽ കൊച്ചിയിൽ അഭയം പ്രാപിക്കുകയും ചെയ്തു. കുളച്ചൽ വെച്ചുണ്ടായ പരാജയത്തിന് ശേഷം ഡച്ചുകാർ അവരുടെ ശ്രദ്ധ കൊല്ലത്ത് കേന്ദ്രീകരിച്ചു. കൊല്ലം രാജാവിൻ്റെ സഹായത്തോടു കൂടി അവർ വാമനാപുരം പിടിച്ചെടുത്തെങ്കിലും ഭാരിച്ച സമ്മർദ്ദത്തിലേർപ്പെട്ടു പിൻവാങ്ങേണ്ടി വന്നു. 6000 പടയാളികളടങ്ങുന്ന ഒരു തൃപ്പാപ്പൂർ സൈന്യം രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിൽ ഡച്ചുകാരുടെ കൊല്ലം കോട്ട വളഞ്ഞു. പക്ഷേ കായംകുളം രാജാവിൻ്റെ പരാക്രമശാലിയായ മന്ത്രി അച്യുത വാര്യരുടെ നേതൃത്വത്തിൽ ഡച്ചുകാരുടെയും കായംകുളത്തിൻ്റെയും സൈന്യം കോട്ട പ്രതിരോധിച്ചു. തൃപ്പാപ്പൂർ സൈന്യം പിൻവാങ്ങുകയും ഡച്ചുകാരുടെയും കായംകുളത്തിൻ്റെയും സംയുക്ത സൈന്യങ്ങൾ തെക്കോട്ട് നീങ്ങി 1742 കിളിമാനൂർ പിടിച്ചടക്കുകയും ചെയ്തു. അപ്പോൾ ഇതിൽ 1742 കിളിമാനൂർ പിടിച്ചടക്കുക ചെയ്തു എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാൻ നിൽക്കുന്നത്. അപ്പോൾ ഇതിൽ 6000 പടയാളി അടങ്ങുന്ന ഒരു തൃപ്പാപ്പൂർ സൈന്യത്തിൻ്റെ രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ഡച്ചുകാരുടെ കൊല്ലം കോട്ട വളയുകയൊക്കെ ചെയ്തു. പക്ഷേ എന്ത് ചെയ്തു? കായംകുളം രാജാവിൻ്റെ പരാക്രമശാലിയായ മന്ത്രി അച്യുതവാര്യരുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു? ഇത് പ്രതിരോധിക്കുകയാണ് ചെയ്തത്. പിന്നെ അവർ എങ്ങോട്ട് വന്നു? തെക്കോട്ട് നീങ്ങി 1742 എന്ത് ചെയ്തു? കിളിമാനൂർ പിടിച്ചെടുത്തു. 1742 വർഷം പഠിച്ചു നോക്കുക. 1742 കിളിമാനൂർ പിടിച്ചെടുത്തു. മാർത്താണ്ഡവർമ്മ തിരുനെൽവേലിയിൽ നിന്നും കുതിരപ്പട്ടാളത്തെ വരുത്തി. അദ്ദേഹം ഒരു വലിയ സൈന്യത്തെ കിളിമാനൂരിലേക്ക് നയിച്ചു. മാർത്താണ്ഡവർമ്മ നേരിട്ട് നേതൃത്വം വഹിച്ച ആ സൈന്യം സമരതന്ത്രം പ്രമാണിച്ച് മുന്നണികളായി വിഭജിക്കപ്പെട്ടിരുന്നു. ഓക്കെ, അടുത്ത് ഹിരണ്യഗർഭം എന്താണെന്ന് നോക്കിയിട്ട് ബാക്കി പഠിക്കാമേ. ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. ഹിരണ്യഗർഭം എന്ന ചടങ്ങ് ആരംഭിച്ചത് മാർത്താണ്ഡവർമ്മയാണ്. തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണവുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്ന ഒരു ചടങ്ങാണ് ഹിരണ്യഗർഭം. ഹിരണ്യഗർഭത്തിന് ഉപയോഗിച്ചിരുന്ന പാൽ ചേർത്ത മിശ്രിതമാണ് പഞ്ചഗവ്യം എന്നറിയപ്പെടുന്നത്. പഞ്ചഗവ്യം. രാമവർമ്മ യുവരാജാവും രാമയ്യൻ ദളവയും ഡിനലോയും അണികൾക്ക് നേതൃത്വം നൽകി. അവർ കിളിമാനൂർ പിടിച്ചെടുത്തു. ശത്രു സൈന്യങ്ങൾ വമ്പിച്ച നാശത്തോടെ കൊല്ലത്തേക്ക് പിന്മാറി. തുടർന്ന് തിരുവിതാംകൂർ സൈന്യം കായംകുളത്തേക്ക് നീങ്ങി. കായംകുളം രാജാവ് ആദ്യം ചെറുത്തു നിന്നെങ്കിലും അവസാനം സമാധാനത്തിന് അപേക്ഷിച്ചു. നമ്മൾ നേരത്തെ പഠിച്ചാണ് 1742 എന്ത് ചെയ്തു? കിളിമാനൂർ പിടിച്ചെടുത്തന്നല്ലേ. 1742 മാന്നാർ ഉടമ്പടി വീണ്ടും ഉണ്ട്. 1742 എന്ത് ചെയ്തു? മാന്നാർ ഉടമ്പടി. 1742 മാന്നാർ ഉടമ്പടി പ്രകാരം കായംകുളം രാജാവ് നേരത്തെ ദേശിങ്ങി നാടിൻ്റെ ആധിപത്യത്തിലായിരുന്ന പ്രദേശങ്ങളെല്ലാം തിരുവിതാംകൂറിന് വിട്ടുകൊടുത്തു. എന്നാൽ വടക്കങ്കൂർ, തെക്കങ്കൂർ, പുറക്കാട് എന്നീ രാജ്യങ്ങളുടെ പിന്തുണയോടെ കായംകുളം രാജാവ് സന്ധിവ്യവസ്ഥകൾ ലംഘിച്ചപ്പോൾ രാമയ്യൻ ദളവയുടെ നേതൃത്വത്തിലെത്തിയ തിരുവിതാംകൂർ സൈന്യം കായംകുളവും കോട്ടയും കൊട്ടാരവും പിടിച്ചെടുത്തു. 1746 കായംകുളം കീഴടക്കിയ ശേഷം മാർത്താണ്ഡവർമ്മയുടെ ദൃഷ്ടി പതിഞ്ഞത് കായംകുളത്തിൻ്റെ ഭാഗം ചേർന്നിരിക്കുന്ന വടക്കൻ നാടുകളുടെ നേർക്കായിരുന്നു. അമ്പലപ്പുഴ, പുറക്കാട് അഥവാ ചെമ്പകശ്ശേരിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത ഉന്നം. അമ്പലപ്പുഴയുടെ മറ്റൊരു പേരാണ് പുറക്കാട് അഥവാ ചെമ്പകശ്ശേരി. മറന്നു പോകാതെ പഠിക്കുക. നമ്മുടെ അമ്പലപ്പുഴയുടെ മറ്റൊരു പേരാണ് ചെമ്പകശ്ശേരി അഥവാ പുറക്കാട്. ഓക്കെ. തിരുവിതാംകൂർ സൈന്യം ഡിനലോയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ പിടിച്ചടക്കിയിട്ട് രാജാവിനെ തടവുകാരനാക്കി തിരുവനന്തപുരത്തേക്ക് കൊടുത്തു. അപ്പോൾ 1746 എന്ത് ചെയ്തു? അമ്പലപ്പുഴ പിടിച്ചടക്കി, അല്ലെങ്കിൽ എന്ത് ചെയ്തു? ചെമ്പകശ്ശേരി അല്ലെങ്കിൽ പുറക്കാട് പിടിച്ചെടുത്തത് 1746 ഡിനലോയുടെ നേതൃത്വത്തിൽ 1746 എന്ത് ചെയ്തു? ചെമ്പകശ്ശേരി അല്ലെങ്കിൽ പുറക്കാട് അല്ലെങ്കിൽ നമ്മുടെ അമ്പലപ്പുഴ പിടിച്ചെടുത്തു. 1742 മാന്നാർ ഉടമ്പടി. 1742 കിളിമാനൂർ പിടിച്ചെടുത്തു. കായംകുളം രാജാവിന് തിരുവിതാംകൂറിനെതിരായി പിന്തുണ നൽകിയ തെക്കങ്കൂർ, വടക്കങ്കൂറുമായിരുന്നു മാർത്താണ്ഡവർമ്മയുടെ അടുത്ത പിന്നിലെ ലക്ഷ്യങ്ങൾ. 1749-50 കാലങ്ങളിൽ വലിയ യുദ്ധമൊന്നുമില്ലാതെ രണ്ട് രാജ്യങ്ങളും തിരുവിതാംകൂറിനോട് ചേർന്നു.
ഏതാണ്ട് അതേസമയം തന്നെ ഞാവക്കാട്ട് കർത്താക്കന്മാരിൽ നിന്ന് മീനച്ചലും തിരുവിതാംകൂറിനോട് ചേർന്നു. അതിനിടയ്ക്ക് 1748 വ്യവസ്ഥകൾക്ക് സ്ഥിരീകരണം നൽകിയ 1753 മാവേലിക്കര ഉടമ്പടി അനുസരിച്ച് ഡച്ചുകാർ തദ്ദേശീയ രാജാക്കന്മാരുടെ അഭിപ്രായ വ്യത്യാസങ്ങളിൽ യാതൊരു കാരണവശാലും പങ്കുചേരുകയില്ലെന്ന നയം പിന്തുടർന്നു കൊള്ളാമെന്ന് തിരുവിതാംകൂറിന് ഉറപ്പ് കൊടുത്തു. ഇതിലൊരു വർഷം എന്ന് പറയുന്നത് 1753 1753 എന്താണ്? മാവേലിക്കര ഉടമ്പടിയാണ്. 1753 മാവേലിക്കര ഉടമ്പടി. 1742 കിളിമാനൂർ പിടിച്ചെടുത്തു. 1742 മാന്നാർ ഉടമ്പടി. 1746 ചെമ്പകശ്ശേരി അഥവാ അമ്പലപ്പുഴ പിടിച്ചെടുത്തു. 1753 എന്ത് ചെയ്തു? നമ്മുടെ മാവേലിക്കര ഉടമ്പടി. അദ്ദേഹം പുതുതായി പിടിച്ചെടുത്ത നാടുകളുടെ വടക്കൻ ഭാഗങ്ങളിൽ 1754 ഒരു കലാപവാളി പടർന്നു. അമ്പലപ്പുഴ, തെക്കുംകൂർ, വടക്കൻകൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഓടിപ്പോയ രാജാക്കന്മാർ തിരുവിതാംകൂറിൻ്റെ അധികാര സമ്മർദ്ദത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൊച്ചി രാജാവിൻ്റെ അഭയം തേടി. മാർത്താണ്ഡവർമ്മ കൊച്ചിക്ക് അവകാശപ്പെട്ട കാരപ്പുറം കീഴടക്കി തിരുവിതാംകൂറിൻ്റെ സാമന്തന്മാരായി അതിൻ്റെ ഭരണം നിർവഹിക്കാൻ ചാഴൂർ തമ്പാനന്മാരെ ഏർപ്പെടുത്തിയതിനാൽ തിരുവിതാംകൂറിനോട് കൊച്ചി രാജാവിന് അമർഷമുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ്? മാർത്താണ്ഡവർമ്മ കൊച്ചിക്ക് അവകാശപ്പെട്ട കാരപ്പുറം കീഴടക്കി. എന്നിട്ട് തിരുവിതാംകൂറിൻ്റെ സാമന്തന്മാരായി അതിൻ്റെ ഭരണം നിർവഹിക്കാൻ ചാഴൂർ തമ്പാക്കന്മാരെ ഏർപ്പെടുത്തി. അതിൻ്റെ പേരിൽ എന്ത് ചെയ്തു? കൊച്ചിക്ക് ഇവരോടൊരു ദേഷ്യം ഉണ്ടായിരുന്നു. അധികാരഭ്രഷ്ടരാക്കപ്പെട്ട രാജാക്കന്മാർക്ക് വേണ്ടി കൊച്ചി രാജാവും അദ്ദേഹത്തിൻ്റെ പ്രഭുക്കന്മാരും കൊച്ചിയിലെ ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ ഒരവസാന സമരത്തിന് സമശക്തിയും ആരംഭിച്ചു. കൊച്ചി രാജാവിനെ സേവിച്ചിരുന്ന പള്ളിയിൽ ഇടക്കോള മേനോൻ്റെ കീഴിൽ മുഴുവൻ സൈന്യവും അണിനിരുന്നു. അപ്പോൾ കൊച്ചി രാജാവിനെ സേവിച്ചിരുന്ന പള്ളിയിൽ ഇടിക്കോള മേനോൻ്റെ കീഴിൽ എന്ത് ചെയ്തു? മുഴുവൻ സൈന്യവും അണിനിരുന്നു. അപ്പോൾ ഇടിക്കോള മേനോൻ ആരുടെ നേതാവായിരുന്നു? കൊച്ചി സൈന്യത്തിൻ്റെ നേതാവായിരുന്നു. രാമവർമ്മയും രാമയ്യയും ഡിനരോയും നയിച്ച തിരുവിതാംകൂർ സൈന്യം 1754 ജനുവരി 3 ആനന്ദേശ്വരത്ത് വെച്ച് കൊച്ചി സൈന്യവുമായി ഏറ്റുമുട്ടി. 1754 ജനുവരി 3 കൊച്ചിയുടെ സൈന്യാധിപനായിരുന്ന ഇടക്കോള മേനോനെ തടവുകാരനായി പിടിക്കുകയും പിന്നീട് വധിക്കുകയും ചെയ്തു. ഈ വിജയത്തെ തുടർന്ന് രാമയ്യൻ കാരപ്പുറം മുഴുവൻ കീഴടക്കി അരിക്കുറ്റിയിൽ താവളമടിച്ചു. തെക്കുദയമ്പേരൂർ മുതൽ കിഴക്ക് മാമല വരെയുള്ള കൊച്ചി പ്രദേശങ്ങൾ രാമവർമ്മ കീഴടക്കി. കൊച്ചി പ്രദേശങ്ങൾ പലതും കൈയടക്കി തിരുവിതാംകൂറിനെ ആക്രമിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്ന സാമൂതിരിക്കെതിരെ 1757 തിരുവിതാംകൂറും കൊച്ചിയും ചേർന്നൊരു സഖ്യസന്ധി ഉണ്ടാക്കി. 1754 അമ്പലപ്പുഴ യുദ്ധത്തെ തുടർന്ന് തടവുകാരനായി തിരുവനന്തപുരത്ത് കഴിഞ്ഞുകൂടിയ ശേഷം വിട്ടയക്കപ്പെട്ട് കൊച്ചിയുടെ പ്രധാനമന്ത്രി പദം ഏറ്റെടുത്ത് പാലിയത്ത് ഗോമേച്ചനായിരുന്നു ഈ സന്ധിക്ക് മുൻകൈയെടുത്തത്. പാലിയത്ത് ഗോമേച്ചനായിരുന്നു എന്ത് ചെയ്തത്? ഈ സന്ധിക്ക് മുൻകൈയെടുത്തത്. ആർക്കോട്ട് നവാബിൻ്റെ ബന്ധുക്കളായ ചന്ദാ സാഹിബും ബെണ്ടാ സാഹിബും എന്താണ്? ആർക്കോട്ട് നവാബിൻ്റെ ബന്ധുക്കളായിരുന്ന ചന്ദാ സാഹിബും ബെഡാ സാഹിബും 1740 നാഗർകോവിലും സുചീന്ദ്രവും കോട്ടാറും ആക്രമിച്ചു. അപ്പം 1746 നാഗർകോവിലും സുചീന്ദ്രവും കോട്ടാറും ആക്രമിച്ചു. ഈ സ്ഥലങ്ങളൊക്കെ എവിടെയാണ്? നമ്മുടെ കന്യാകുമാരി, തിരുവിതാംകൂർ ഭാഗത്താണ് കേട്ടോ. രാമയ്യൻ ഒരു വലിയ തുക കൊടുത്ത് പാട്ടിലാക്കിയതിനാൽ അവർ മടങ്ങിപ്പോയി. അപ്പോൾ ഇവരെയൊക്കെ എന്ത് ചെയ്തു? രാമയ്യൻ ഒരു വലിയ തുക കൊടുത്ത് എന്ത് ചെയ്തു? പാട്ടിലാക്കിയതിനാൽ അവർ മടങ്ങിപ്പോയി. 1752 മാർത്താണ്ഡവർമ്മ വടക്കൻ പ്രദേശങ്ങളിൽ കലാപം അടിച്ചമർത്താൻ തിരക്ക് പിടിച്ച പടനീക്കത്തിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ തൃപ്പനശ്ശേരി പള്ളിയിലെ തൃശ്ശിനാപള്ളിയിലെ ഗവർണറായിരുന്ന മൂടേമിയ അപ്പം തൃപ്പനശ്ശേരിയിലെ ഗവർണറായിരുന്ന മൂടേമിയ തിരുനെൽവേലിയിൽ തിരുവിതാംകൂറിൻ്റെ വക കളക്കാടും വള്ളിയൂരും സമീപ പ്രദേശങ്ങളും കൈക്കലാക്കി. ഒരു വലിയ തുക കൊടുത്തപ്പോൾ മൂടേമിയും ആ സ്ഥലങ്ങൾ തിരുവിതാംകൂറിന് തിരിച്ചു കൊടുക്കുകയും അദ്ദേഹം പോവുകയും ചെയ്തു. ഇതിനിടയിൽ കർണാടക നവാബായ മുഹമ്മദ് മദാലി സ്വന്തം സഹോദരനായ മഹസൂഫ് ഖാന് മൂടേമിയയുടെ സ്ഥാനത്ത് നിയമിച്ചു. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അയച്ചു കൊടുത്തതും 500 യൂറോപ്യന്മാരും 2000 ഇന്ത്യക്കാരും ഉൾപ്പെട്ടതുമായ ഒരു സൈന്യവുമായി ഖാൻ കളക്കാട് ആക്രമിച്ചപ്പോൾ പ്രതിരോധിച്ചു നിൽക്കാനാവാതെ തിരുവിതാംകൂർ സൈന്യത്തിന് പിൻവാങ്ങേണ്ടി വന്നു. പക്ഷേ വടക്കൻ കലാപം ഒതുക്കിയ ശേഷം മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു? മാർത്താണ്ഡവർമ്മ കിഴക്കേ അതിർത്തിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അദ്ദേഹം 500 പടയാളികളെ തടവിൽ പിടിച്ചുകൊണ്ടുവന്ന് കളക്കോട്ട കൊണ്ടും പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയൊരു ഒരു ജീവചരിത്രമാണ് ഇത്രയും നേരം നമ്മൾ പഠിച്ചത്. ഇത് വലുതായിട്ടൊന്നും ചോദിക്കില്ല, കുറച്ച് വർഷങ്ങളൊക്കെ പിടിച്ചെടുത്ത ഭാഗം മാത്രമേ ചോദിക്കുകയുള്ളൂ. ഇത് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ എന്താണെന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഇനി നമുക്ക് അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. തിരുവിതാംകൂറിൽ പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്നു. അതായത് ബഡ്ജറ്റ് അഥവാ പതിവ് കണക്ക് സമ്പ്രദായം കൊണ്ടുവന്നത് നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. പതിവ് കണക്ക് അഥവാ ബഡ്ജറ്റ്. പതിവ് കണക്കിൻ്റെ മറ്റൊരു പേരാണ് ആയ വ്യയ ഗണപത്രം എന്നറിയപ്പെടുന്നത്. നമ്മുടെ പതിവ് കണക്കിൻ്റെ മറ്റൊരു പേരാണ്. രാജവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് നമ്മുടെ മാർത്താണ്ഡവർമ്മ. രാജവിസ്തൃതി ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിച്ചു. തിരുവിതാംകൂർ ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചു. കന്യാകുമാരിക്ക് സമീപം വട്ടക്കോട്ട നിർമ്മിച്ചു. കന്യാകുമാരിക്ക് സമീപം ആരാണ് വട്ടക്കോട്ട നിർമ്മിച്ചത്? മാർത്താണ്ഡവർമ്മയാണ് വട്ടക്കോട്ട നിർമ്മിച്ചത്. ഉദയഗിരി കോട്ട പുതുക്കി പണിത് വേണാട്ട് രാജാവ് വീരരവിവർമ്മയാണ് ഉദയഗിരി കോട്ട നിർമ്മിച്ചത്. ഉദയഗിരി കോട്ട പുതുക്കി പണിയുകയാണ് ചെയ്തത്. വീരരവിവർമ്മയാണ് നിർമ്മിച്ചതെങ്കിലും പുതുക്കി പണിത് എന്താണ്? ഉദയഗിരി കോട്ട. വട്ടക്കോട്ട നിർമ്മിച്ച ആരാണ്? നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. ജന്മിത്ത ഭരണം അവസാനിപ്പിച്ചു. പതിവ് കണക്കിൻ്റെ മറ്റൊരു പേരാണ് ആയ വ്യയ ഗണപത്രം. അടുത്ത്
തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തി. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിരുവിതാംകൂറിൽ ആദ്യമായി ഭൂസർവേ നടത്തിയാരെന്ന് വെച്ചാൽ ആരാണ്? അത് മാർത്താണ്ഡവർമ്മയാണ്. ഗണ്യമായ രീതിയിൽ ഭരണസമ്പ്രദായം മെച്ചപ്പെടുത്തി നാടിൻ്റെ നാനാഭാഗങ്ങളിലും പൊതുജനങ്ങൾക്ക് പ്രയോജനപ്രദമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ പരമാവധി ശ്രദ്ധിച്ചു. രാജ്യത്തിൻ്റെ പ്രതിരോധ സജ്ജീകരണം ശക്തിപ്പെടുത്തുന്നതിന് പ്രത്യേകം ശ്രദ്ധിച്ചു. തിരുവിതാംകൂർ സൈന്യത്തിന് യൂറോപ്യൻ രീതിയിലുള്ള പരിശീലനവും ആയുധവും നൽകി. കാർഷിക വികസനത്തിൽ സവിശേഷ താൽപര്യനായിരുന്ന രാജാവ് അണക്കെട്ടുകൾ, ജലസംഭരണികൾ, തോടുകൾ എന്നിവയുടെ നിർമ്മാണത്തിൽ ജലസേചന സൗകര്യം വർദ്ധിപ്പിച്ചു. പൊന്മനാണ, പുത്തനാണ എന്നീ അണക്കെട്ടുകൾ നിർമ്മിച്ചു. പൊന്മനാണ, പുത്തനാണ എന്നിവ നിർമ്മിച്ചു. പുത്തനാണ കൊണ്ട് ഏറെ പ്രദേശങ്ങളുടെ ജലസേചനം സാധിച്ചതിനു പുറമെ പത്മനാഭപുരത്തും സമീപ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം സുലഭമാവുകയും ചെയ്തു. പുതുതായി വെട്ടിയ അനേകം തോടുകളും റോഡുകളും ഗതാഗതം സുഗമമാക്കി. കുളച്ചൽ യുദ്ധത്തിൽ തടവുകാരനായി പിടിച്ച ഡച്ച് അഡ്മിറൽ ഡിനലോ ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ സഹായിക്കുകയുണ്ടായി. പത്മനാഭപുരവും തിരുവനന്തപുരം തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ പുതിയ കോട്ടകൾ കെട്ടുകയും കൊല്ലം, മാവേലിക്കര, ചങ്ങനാശ്ശേരി മുതലായ സ്ഥലങ്ങളിലെ പഴയ കോട്ടകൾ പുതുക്കി പണിയുകയും ചെയ്തു. നിലം പുരയിടങ്ങൾ കണ്ടെടുത്ത് നടത്താൻ 1739 പള്ളിയാടി മല്ലൻ ശങ്കരനെ അദ്ദേഹം പ്രത്യേകം തസ്തികയിൽ നിയമിച്ചു. അപ്പോൾ നിലം പുരയിടങ്ങളുടെ കണ്ടെടുത്ത് നടത്താൻ എന്ത് ചെയ്തു? 1739 എന്ത് ചെയ്തു? പള്ളിയാടി മല്ലൻ ശങ്കരനെ നിയമിച്ചു. നിലം പുരയിടങ്ങളുടെ എന്ത് ചെയ്തു? കണ്ടെടുത്ത് നടത്താൻ 1739 പള്ളിയാടി മല്ലൻ ശങ്കരനെ അദ്ദേഹം പ്രത്യേകം തസ്തികയിൽ നിയമിച്ചു. ഇരുപ്പ് നിലങ്ങൾക്ക് ഒരുപ്പ് നിലങ്ങളെ അപേക്ഷിച്ച് പാട്ടം ഇരട്ടിയാക്കി. എന്ത് ചെയ്തു? പാട്ടം ഇരട്ടിയാക്കി. എല്ലാ ഭൂവുടമകൾക്കും കൈവശമിരിക്കുന്ന വസ്തുവിൻ്റെ കരം നിശ്ചയിച്ചുകൊണ്ട് പാട്ടയം നൽകി. സർക്കാർ വ്യാപാര വിഭാഗം പുനഃസംവിധാനം ചെയ്തു. കുരുമുളക്, പുകയില, കാട്ടുകൊന്ന, അടയ്ക്ക മുതലായ ചരക്കുകളുടെ കച്ചവടവും ഉപ്പ് നിർമ്മാണവും സർക്കാരിൻ്റെ കുത്തകയാക്കുകയും നാനാഭാഗങ്ങളിൽ അവയുടെ സംഭരണശാലകൾ തുറക്കുകയും ചെയ്തു. കുരുമുളക്, പുകയില, കാട്ടുകൊന്ന, അടയ്ക്ക മുതലായ ചരക്കുകളുടെ കച്ചവടവും ഉപ്പ് നിർമ്മാണവും സർക്കാരിൻ്റെ കുത്തകയാക്കി. അതുപോലെ തന്നെ നാനാഭാഗങ്ങളിൽ എന്ത് ചെയ്തു? ഇവയുടെ സംഭരണശാലകൾ തുറക്കുകയും ചെയ്തു. കയറ്റുമതിയിലും ഇറക്കുമതിയിലും ചുങ്കം പിരിച്ചെടുക്കാൻ പ്രത്യേക നടപടികൾ സ്വീകരിച്ചു. വ്യാപാര ഭരണത്തിൻ്റെ ആസ്ഥാനം മാവേലിക്കരയായിരുന്നു. എവിടെയാണ്? മാവേലിക്കരയായിരുന്നു. വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച തിരുവിതാംകൂർ ഭരണാധികാരിയാണ് യുവരാജാവ് എന്ന നിലയിൽ ആരാണ്? നമ്മുടെ മാർത്താണ്ഡവർമ്മയാണ്. 1730 തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്തു. 1730 എന്ത് ചെയ്തു? തിരുവിതാംകൂറിനോട് ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്തു. 1730 ആറ്റിങ്ങൽ കൂട്ടിച്ചേർത്തു. 1741 മാർത്താണ്ഡവർമ്മ ഇളയടത്ത് സ്വരൂപത്തെ തിരുവിതാംകൂറിന് കൂട്ടിച്ചേർത്തു. അല്ലെങ്കിൽ 1741 എന്ത് ചെയ്തു? ഇളയടത്ത് സ്വരൂപത്തെ അല്ലെങ്കിൽ കൊട്ടാരക്കര എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. 1742 കിളിമാനൂർ പിടിച്ചെടുത്തു. 1942 മാന്നാർ ഉടമ്പടി, കായംകുളം രാജാവുമായി ഒപ്പുവെച്ച മാന്നാർ ഉടമ്പടി. 46 പുറക്കാട് അല്ലെങ്കിൽ നമ്മുടെ ചെമ്പകശ്ശേരി അല്ലെങ്കിൽ നമ്മുടെ അമ്പലപ്പുഴ എന്ത് ചെയ്തു? പിടിച്ചെടുത്തു. ഇത്രയും നമുക്കിന്ന് ക്ലാസ്സിൽ പഠിക്കാം. ഈ ഒരു വർഷങ്ങൾ മാത്രമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ അദ്ദേഹം നടത്തിയ കുറച്ച് ഇമ്പോർട്ടൻ്റായ ഭരണപരിഷ്കാരങ്ങൾ 1-2 വട്ടം കേൾക്കുമ്പോൾ എന്ത് ചെയ്യാൻ നമുക്ക് പഠിച്ച് ഓർമ്മിച്ചിരിക്കാൻ പറ്റും. അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ബാക്കി നമുക്ക് പഠിക്കാം. ഇപ്പം കണ്ട 20 മിനിറ്റായി.